എന്താ കടി ഉണ്ടാക്കണമ്മ? ദോശ സോയാബീൻ കറി ഉണ്ടാക്കാം. ഇജേ കറിക്കുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നിട്ട് കട്ട് ചെയ്ത് വിട്ടാ. അല്ലമ്മ സോയാബീൻ വെള്ളത്തിട്ടിക്കണാ? അത് ഞാൻ നല്ല കെടുക്കുമ്പോ തന്നെ ഇട്ടച്ചീന്ന്. ഇനിയിപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീൻ കിട്ടലുണ്ടാവൂലല്ലോ. പോത്തിറച്ചിക്ക് വിളിച്ചു നോക്കിയപ്പോ അത് കഴിഞ്ഞിക്കണത്രേ. ഇനി ഉച്ചക്കൊക്കെ വല്ല സാമ്പാറും ഉണ്ടാക്കിയിട്ടേ ചിക്കൻ കൊടുന്ന് പൊരിക്കാം. എന്നാ പിന്നെ അതാ നല്ലത്. ചിക്കനും വിളിച്ചെറിഞ്ഞാള്. ഇനി വെള്ളിയാഴ്ച ആയതുകൊണ്ടേ ജുമാടെ നേരെ ആയി കഴിഞ്ഞാ പിന്നെ ചിക്കനും കിട്ടൂല. അല്ലമ്മ നേരെ 10 മണിയായോ? 10 അനക്കെന്താ കിട്ടിക്കണ പെണ്ണേ? ഇജെന്താ നീറ്റ് വന്നപ്പോ സമയം നോക്കിയില്ലേ? നേരെ 7 മണി ആവണുള്ളൂ. അല്ല, ഇതുവരെ കാണാത്തൊരു കാഴ്ച കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് ഇനി ഞാൻ നീറ്റ് നേരം വൈകിയതാണോന്ന്. അതാ പറഞ്ഞത്. കാണാത്ത കാണേ? ഓ അല്ല നാത്തൂനെ, ഇന്നലെ രാത്രി എന്തേ ഉറക്കം ശരിയായില്ലേ? അതോ രാവിലെ മാറി എണീറ്റതാണോ? അർഷിയെ, ഇജ്ജ് രാവിലെ തന്നെ വെറുതെ വർത്താനം എത്തിക്കാൻ നിക്കാണ്ട് പോയി മുറ്റടിച്ചു വരാൻ നോക്കിക്കാ. മുറ്റടിച്ചു വരിയേ? അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ് കറിക്കുള്ളത് കട്ട് ചെയ്യാന്? അപ്പൊ അത് ചെയ്യണ്ടേ? ഇജ്ജ് കറിക്ക് കട്ട് ചെയ്തോ, മുറ്റം ഞാൻ അടിച്ചൊരിക്കോളാം. പഠിച്ചോനെ, എന്താടി ഇപ്പൊ ഞാനാ കേട്ടത്? മുറ്റടിച്ചൊരാൻ പോണതാ? ഇങ്ങളെ ആ മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് ഒന്ന് ആകാശത്തേക്ക് നോക്കി. അതെന്തിന്? വല്ല കാക്കയും മലന്ന് പറക്കുണ്ടോന്ന് അറിയാലോ. അത്രക്ക് വലിയൊരു കാര്യമാണല്ലോ ഇപ്പ കേട്ടത്. എന്താ ഉണ്ടായി? എന്താ അമ്മ? മറ്റാള് നീറ്റ് വന്നിട്ടേ മുറ്റടിച്ചോരാൻ പോയിക്കണതാ മോളെ. അത് കണ്ട് പകച്ചു നിൽക്കുക ഞങ്ങള്. സത്യമായിട്ടും? അപ്പോ ആരിസിന്റെ ഡോസ് ശരിക്കും ഏറ്റാ? ഏൽക്കണല്ലോ. സ്വാർത്ഥത തലക്ക് കയറിയിട്ടേ ആരിസ് കാക്കാന്റെ സകല അവകാശവും അധികാരം ഓൾക്കാന്നും പറഞ്ഞിട്ട് അഹങ്കരിച്ച് നടക്കായിരുന്നില്ലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നല്ല മനസ്സോടെ നന്നായിട്ട് ജീവിച്ച ഓൾക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. ആ ഒരു പൂതി മാത്രമേ എൻ്റെ മക്കളെ നിൽക്കുള്ളൂ. ആകെ ആണായിട്ടേ ഒന്നേ ഉള്ളൂ. അതിൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കളയാണ്ട് ഈ കുടുംബത്തിന് പറ്റുന്നൊരു മരിയോളായി കിട്ടിയാൽ മാത്രം മതി. ആ ഒരു പ്രാർത്ഥന തന്നെ എപ്പോഴും ഉള്ളൂ. ഈ മുറ്റടിക്കാൻ പോക്ക് കണ്ടിട്ടൊന്നും ഇമ്മ വല്ലാണ്ട് സ്വപ്നം കാണൊന്നും വേണ്ട. ഓളെ ഈ മാറ്റേ ഒറിജിനൽ ആണോന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അല്ലടി, എണീറ്റ് വന്നിട്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല നിങ്ങളോട്? നേരിട്ടുണ്ട് മുറ്റടിക്കാൻ പോവേ? അല്ലടി, രാവിലെ അവള് നേറ്റ് വന്ന പാടന്നെ ഈ പെണ്ണ് കയറി ചൊറിയാൻ വേണ്ടി നിന്നപ്പോ രാവിലെ വർത്താനം കൂട്ടണ്ടെന്നും പറഞ്ഞിങ്ങാണ്ട് ഞാൻ ഓളോട് പോയി മുറ്റടിച്ചു വരാൻ പറഞ്ഞതാ. അത് കേട്ടപ്പാട് മുറ്റം ഞാൻ അടിച്ചോരിക്കോളാ, ഇജ് കറിക്ക് കട്ട് ചെയ്തൊന്നും പറഞ്ഞിങ്ങാണ്ട് ഒരു പോക്കാണ്. ആകെ പായിച്ചു പോയി ഞാന്. എന്തായാലും അങ്ങനെ നന്നായി കിട്ടിയാൽ മതിയായിരുന്നു. ഞാനൊന്ന് പോയി നോക്കിയാലോ അമ്മ? ഓള് മുറ്റടിച്ചു വരുന്നതൊന്ന് നേരിട്ട് കാണാലോ. വാണ്ട അർഷേ, ഒക്കെ ആവശ്യത്തിന് മതി. ഇജാ കറിക്കുള്ളതിന് കട്ട് ചെയ്ത് വിട്ടാ. ഈ ഇമ്മ ഓളൊന്ന് എരിപ്പിരി കൂട്ടാന്ന് വിചാരിച്ചാ അതിനും സമ്മതിക്കൂല. എരിപ്പിരി കൂട്ടാനോ എരുതിയിൽ എണ്ണയിക്കാനോ ആരെക്കൊണ്ടും പറ്റും മക്കളെ. ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഓൾക്ക് മനസ്സിലായിട്ട് ഓളെ ഈ ജീവിതത്തേക്ക് തിരിച്ചു വരാൻ ഒരുക്കാണിച്ചാല് അതന്നെയല്ലേ ഏറ്റവും നല്ലത്. ഓളെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ നമ്മളെല്ലാരും കൂടി ഈ കണ്ട നാടകമൊക്കെ കളിക്കണതൊക്കെ. ഇതിപ്പോ ഓള് നല്ലതാവാൻ ഒരുക്കാണിച്ചാല് ആ ചെയ്ത തെറ്റന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് കുത്തി നോവിച്ചിട്ട് എന്താ ഇപ്പൊ കാര്യമുള്ളത്? എന്താ ഓളെ പുറപ്പാട് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കുക. എന്നിട്ട് പോരെ ബാക്കി പറച്ചിലും ചെച്ചലും ഒക്കെ. അപ്പോൾ പൂർണ്ണമായിട്ടും നന്നായിന്ന് ഇമ്മ ഈ ഒരു കാര്യം കൊണ്ടാണ്ട് ഉറപ്പിച്ചാ? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഓള് നന്നായി എന്നല്ല അമ്മ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അതിനൊരു വഴി ഒറ്റയ്ക്ക് കൊടുക്കല്ലേ ഏറ്റവും നല്ലത്. ഇതിപ്പോ ഓൾ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ അങ്ങോട്ട് മാറിക്കളഞ്ഞിട്ട് എന്താ ഇപ്പൊ കാര്യം? സമാധാനത്തിന്റെ വഴിക്കൂടെ പോവുകയാണെച്ചാലേ കുട്ടികളെ ഏത് വലിയ പ്രശ്നങ്ങളും നേരാക്കാൻ പറ്റുള്ളൂ. സാരി ഓൾ ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിക്കണെന്നുള്ളത് ഇന്നോളം മനസ്സിലാവൂലല്ലോ ഇപ്പൊ നിങ്ങക്ക്. എന്നോട് കാട്ടിക്കൂട്ടിയതൊക്കെ എനിക്കറിയാഞ്ഞിട്ടും പറയാഞ്ഞിട്ടും ഒന്നുമല്ല.
ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു കുടുംബം ഒത്തുപോവാന് എന്നെ കൊണ്ട് പറ്റണത് എന്താ വെച്ചാൽ അത് നോക്കാനപ്പം ഞാൻ നോക്കണുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളോട് ഒന്നും ഉറപ്പിക്കാൻ നിൽക്കണ്ട. ഇനിയും സമയം നീണ്ടു നിർന്ന് കെടുക്കല്ലേ. ഓളെ പോക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കുക. അത് വരെ നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കേ. ഇമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് അർഷേ. പ്രശ്നങ്ങൾ വലുതാക്കാനല്ലല്ലോ, അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാനല്ലേ ഇപ്പം നമ്മൾ നോക്കണത്. എന്താ അവളെ പുറപ്പാടെന്ന് നമുക്ക് നോക്കാം. ആയിക്കോട്ടെ, ഇന്നാ നോക്കി നോക്കാം. അച്ചോ, ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനമല്ലേ? അത് പൊട്ടിയോ? ഇനി പിന്നറ് പോലെ ഇട്ട് കൊടുക്കേണ്ടി വരും. ആദ്യത്താരോടെ ഒറ്റയ്ക്ക് വർത്താനം പറയണേ? ഒറ്റയ്ക്ക് പറയല്ലേടി. ബാബുലുട്ടിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ട് പിൻ ചെയ്തെങ്ങാണ്ട് വന്നിരുന്നൊരു ഡ്രസ്സാണിത്. ഇന്നറ് പോലെ അത് ഊരിപ്പോന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ ആദ്യം ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ട് കൊടുക്കേണ്ടി വരുമെന്ന്. എന്താ എൻ്റെ കയ്യിൽ? ആ, ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ, അതൊക്കെ കാണിച്ചാ നോക്ക്. ആ, ഇതെന്താടി ഒക്കെ ക്രീമോളാണല്ലോ. ഇത് രണ്ടെണ്ണേ ഞാൻ കുഞ്ഞാപ്പിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാ. നോക്കേ. ആ, ഇതെന്തായാലും നന്നായിടി. ജോൺസന്റെ സോഫ്റ്റ് ക്രീമും സബാമേഡിന്റെ ക്രീമും അല്ലേ, നല്ലതാണത്. ഞാൻ നാട്ടിൽ വരുമ്പോൾ തന്നെ കൊടുക്കുന്നത്, പക്ഷെ ഇപ്പൊ കയ്യിൽ തുടങ്ങി. ഞാൻ വിചാരിച്ചു നിൽക്കാനോടെ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കാൻ പറയാന്ന്. ഇതൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചു. പിന്നല്ലാണ്ട് നമ്മൾ വെറുതെ ദുബായിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് എത്ര ക്യാഷാണ് കളയണത്. ആമസോണിൽ ഇതൊക്കെ നല്ല ഓഫറിൽ കിട്ടാണ്ട്, അത് നല്ല ക്വാളിറ്റി ഐറ്റംസും. പിന്നെ ഇപ്പം എന്തിനാ അവിടുന്ന് കൊണ്ടുവരണേ? ആണോ? ഇന്നാ പിന്നെ അത് തന്നെയായിട്ട് നല്ലത്. അവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്യാഷാണ്. ആമസോണിൽ ഓഫറിൽ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ, സെയിം സാധനം തന്നെ. ആഭ്യാത്ത ഇതന്നെയല്ലോ എനിക്ക് തേച്ചു കൊടുത്തിരുന്നത് ആദ്യം. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഞ്ഞാപ്പിന്റെ മേലെ ഒരു തരം ചുവത്തൊരു കളറിലൊരു അടയാളം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഈ ജോൺസന്റെ സോഫ്റ്റ് ക്രീം തേച്ചിട്ടാ മാറി കിട്ടിയത്. നല്ലതാണത്. കുട്ടികൾക്ക് നനഞ്ഞ പാട് കഴുത്തിൽ വരുന്ന പൊട്ടല്, അതുപോലെ ഈ ബാക്കിലൊക്കെ ഉണ്ടാവൂലേ ഒരു റാഷസ് പോലെ, അതിനൊക്കെ നല്ലതാണ് ഈ ജോൺസന്റെ സോഫ്റ്റ് ക്രീം. അതുപോലെ തന്നെ സബാമേഡിന്റെ ഉണ്ടല്ലോ, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് മേലെ എപ്പോഴും ഞാൻ ഇതാ തേച്ചു കൊടുക്കാം, നല്ലതാണ്. അതുപോലെ ഇത് നോക്കി, ഇത് ഞാൻ ബബുലുട്ടിക്ക് വാങ്ങിച്ചതാ. ഓളെ മുടിയല്ലേ പൊട്ടിപ്പോണെന്ന് പറഞ്ഞത്. ഇത് പാരച്യൂട്ടിന്റെ ഹെയർ ക്രീം അല്ലേ. ഇതിപ്പോ ആൺകുട്ടികൾക്കൊക്കെ അല്ലേ തേക്കുക, പെൺകുട്ടികൾക്ക് ഇത് പറ്റുമോ? പിന്നെ പറ്റാണ്ടേ. ആദ്യത്തെ അതിന്റെ മുകളിൽ എഴുതിക്കുന്നതൊക്കെ ഒന്ന് വായിച്ചു നോക്കേ. ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും മുടിക്ക് വരുന്ന ഡാമേജിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ആടി, ഡാമേജ് റിപ്പയർ ഹെയർ ക്രീം. ബബുലുട്ടിന്റെ മുടി നാട്ടിൽ വന്നതിന് ശേഷം നല്ല പൊട്ടുന്നുണ്ടടി. വാർന്നു നോക്കിച്ച് മോളെ, ചീർപ്പിലൊക്കെ എത്രയോ ഒരു മുടി അണിച്ചിട്ടാ. ഇത് നല്ലതാപ്പോ? നല്ലതാണ്. ഞാൻ ഒരു ദിവസത്തോളം മുടി കെട്ടിക്കൊടുക്കുമ്പോഴേ ശ്രദ്ധിച്ച് ഊരി പോരുന്നത്. അന്നാ ഞാൻ അത് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതെല്ലാവർക്കും ഉപയോഗിക്കാല്ലേ? ഇന്നാ പിന്നെ കുറച്ച് ഞാനും തേച്ച് വെക്കണം. നിക്കും നല്ല മുടി കഴിച്ചിലുണ്ട്. ആ, തേച്ചോ. കൂടെ ഇത് രണ്ടും കൂടിയും തേച്ചോ. ഇത് ഞാൻ ആഭ്യത്താക്ക് വേണ്ടി വാങ്ങിച്ചതാ. ആ, ഇത് സൺസ്ക്രീൻ അല്ലേ, ഷുഗർ പോപ്പിന്റെ അല്ലേ, SPF 15+++. ആ, ഇത് നല്ലതാണല്ലേ. ഈ 15+++ ഉള്ളത് നോക്കി വാങ്ങുന്നതാ ഏറ്റവും നല്ലത്. ആ, അതാ നല്ലത്. ഞാനും അങ്ങനെ നോക്കിയിട്ടാ വാങ്ങല്. പിന്നെ അതിൽ നിയാസിമൈഡും അതുപോലെ വൈറ്റമിൻ C ഒക്കെയാണ്. അതുകൊണ്ട് നല്ലതാണെന്നാ തോന്നണേ. ഞാനും യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പൊ ഒന്ന് ആഭ്യത്താക്കും വാങ്ങിച്ച്.
ആ അതെന്തായാലും നന്നായി. ഞാൻ ഇപ്പൊ പുറത്തൊന്നും പോവാത്ത കാരണേ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ലടി ഇതെന്താ സംഭവം? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. വാസ്ലീന്റെ ഗുൾട്ടഹയ സം എന്ന് പറഞ്ഞ സിറം സിറം ആണോ അത്? സിറം എന്താടി ഇതിങ്ങനെ ലോഷൻ പോലെ? ആ ഇതിന്ന് കുറച്ചെടുത്തിട്ടേ രാത്രി മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. രാവിലെ എണീറ്റ് കഴുകി കളഞ്ഞാൽ മതി. ആഭ്യത്തല്ലേ ചോദിക്കല്, ഇന്റെ മുഖത്തെ ടാൻ അടിച്ച അടയാളൊന്നും കാണാനില്ലല്ലോ, അതൊക്കെ എന്തേ പോയിന്ന്? ഇതാ കാരണം. അത് ശരി. അപ്പൊ ഇത് കുറെ ആയില്ലേ ഉപയോഗിക്കലെടുത്തിട്ട്? വെറുതെ അല്ലേടി, എന്റെ മുഖത്തെ ടാനൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ രാത്രി തേച്ച് കിടന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതില്ലേ? മാത്രല്ല 30 വയസ്സായതിനു ശേഷേ സ്ത്രീകളിൽ വരുന്ന ചുളിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മുഖത്തില്, അതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ അത് ബെസ്റ്റാണ്. ആഭ്യത്ത് എന്തായാലും യൂസ് ചെയ്ത് നോക്ക്. എന്നാ അങ്ങോട്ട് തന്നാളെ. നാട്ടിൽ നിന്ന് തിരിച്ചു പോണേന്റെ മുന്നേ കുറച്ച് പ്രായമൊക്കെ കുറച്ചിട്ട് പോവാം. പ്രായം കുറച്ച് പോണതൊക്കെ കൊള്ളാം. ഉടനെ തന്നെ അടുത്തതും വാങ്ങിച്ചിട്ടേ ഇങ്ങോട്ട് തന്നെ പോരരുത്. ഇത് ഞാൻ ബബ്ലൂട്ടിക്ക് വാങ്ങിച്ചാട്ടാ. ആ അതെന്തായാലും നന്നായി. ബബ്ലൂട്ടിക്ക് ഇക്കേ മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുക്കാൻ സമ്മതിക്കൂല. ഇടയ്ക്കൊരു കണ്ണെങ്കിലും എഴുതി കൊടുക്കാലോ. ഞാൻ കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്ന കൺമശില്ലേ, അത് വെളിച്ച് വെച്ചിട്ട് നാളെ എഴുതി കൊടുത്തിട്ട് ഒന്നാകെ പരന്നിട്ടേ ഓൾക്ക് തീരെ പറ്റിയിട്ടില്ല. എന്നോട് ചൂടാവരുന്ന്. ഇതാകുമ്പോ പിന്നെ പരക്കൊന്നും ചെയ്യൂലല്ലോ. ഇതൊരിക്കലും പരന്ന് കൊള്ളാവൂല. ഇതേ ലാക്മിയുടെ ഐക്കോണിക് കാജലാണ്. അതും ഡീപ്പ് ബ്ലാക്ക് കളറ്. നല്ല ഫിനിഷിങ് കിട്ടും ചെയ്യും. വാട്ടർ പ്രൂഫും ആണ്. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. കണ്ണിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും ഒക്കെ എഴുതാം. കുട്ടികൾക്ക് ഐബ്രോ പോലൊക്കെ എഴുതി കൊടുക്കാം. വെള്ളം തട്ടിയാലൊന്നും പോകൂല. നല്ല ഫിനിഷിംഗ് ആണ്. രസല്ലേ? ഇജ്ജ് ഇതിന്റെ ഒക്കെ ലിങ്ക് ഒന്ന് എനിക്ക് തരുവോണ്ടിട്ടാ. ഇനിയിപ്പോ അവിടുന്ന് ആരെങ്കിലും വരുമ്പോ ഓരോന്ന് കൊടുത്തയക്കെന്ന് പറയണ്ടല്ലോ. ആമസോണിൽ ഇതൊക്കെ ഓഫറിൽ കിട്ടുകയാണെന്ന് വെച്ചാല് ഒക്കെ ആമസോൺ വഴി വാങ്ങിക്കാം. അതല്ലേ ലാഭം. ലാഭാണോന്ന് പറയണ്ടോ? കുറഞ്ഞ പൈസക്ക് കൂടുതൽ വാങ്ങാം നമുക്ക് ആമസോൺ വഴി വാങ്ങിക്കുകയാണെന്ന് വെച്ചാല്. എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊക്കെ വാങ്ങിച്ചോട്ടെ. എന്നൊക്കെ ജിതിലേക്ക് ആക്കിച്ചാളെ. ഞാനൊന്ന് ബാത്റൂമിൽ പോയി അറ്റട്ടാ. ഇജ്ജ് കുട്ടിയുടെ എടുത്തിരിക്കേ. ആഭ്യത്ത കുഞ്ഞാപ്പി ഉണരുന്നുണ്ടല്ലോ, എടുക്കണാ? അല്ല ഉണരാനായിട്ടില്ല. നമ്മളെ വർത്താനം കേട്ടപ്പേ ഉണർന്നതാവും. ജോന്റെ തുടമ്പ അങ്ങനെ കൊട്ടിക്കൊടുത്താളെ, അവിടെ തന്നെ കിടന്നോളൂ. ആ ബബ്ലുട്ടി മുണ്ടല്ലേ. കുഞ്ഞാപ്പിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കോ. പേപ്പർ കളിച്ചോ? ഇജിപ്പ അങ്ങോട്ട് പോയിക്കോ. ഇവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കല്ലേ, കുട്ടി കരയും. എന്ത് പറ്റി മോത്തിനൊരു കയറ്റം? അച്ചോ അതിപ്പോ എന്തേ? കുഞ്ഞിമ്മയും ബബ്ലൂട്ടി അങ്ങനെ തെറ്റലില്ലല്ലോ. നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ, ഇപ്പൊ എന്തിനാ ഇപ്പൊ തെറ്റിയത്? ലംബൂമ്പോ? അതാരപ്പ പുതിയൊരാള്? Labubu is a monster cartoon character. Labubu have 9 sharp teeth. മമ്മക്ക് ഇത് വരച്ചരുവാ? പഠിച്ചോനെ, ചോദിച്ചതും കുടുങ്ങിയ. ഇമ്മമ്മക്ക് അതൊന്നും വരക്കാൻ അറിയില്ല എന്റെ കുട്ടിയെ. അമ്മക്ക് തെറ്റാൻ ഓരോരോ കാരണങ്ങള്. എന്തായാലും കുഞ്ഞമ്മ അങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിച്ചോക്കോളോട്. എന്താ ബബലുട്ടിയെ, എന്തിനാ ജിമ്മമ്മനോട് തെറ്റണത്? മാമിക്ക് അങ്ങനെ കാര്യമായിട്ട് വരക്കാനൊന്നും അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. ആദ്യം മാമി കൈ കഴുകിട്ടെ അടുപ്പത്ത് കുറച്ച് കഞ്ഞിക്ക് വെള്ളം വെക്കട്ടെ. അതിന്റെ ശേഷം വരച്ചേരട്ടാ. ഇപ്പൊ അടിച്ചോരലൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമ്പോത്തിന് നേരെ ഒരുപാടാവും. കൈയ്യക്കിയിട്ടുണ്ട് പോരെ, ചായ കുടിക്കാം എല്ലാവർക്കും കൂടി. എന്നാ മാമി ചായ കുടി കഴിഞ്ഞിട്ട് വരച്ചേരട്ടെ ബബ്ലൂട്ടിയെ. ബബ്ലൂട്ടിക്കും ചായ കുടിക്കണ്ടേ? ചായ കുടി കഴിഞ്ഞിട്ട് നമുക്ക് വരക്കാം. ഓക്കെ മാമി, എന്നാ ചായ കുടിച്ചിട്ട് വരക്കാം. അല്ല ഈ പെണ്ണുങ്ങളിപ്പോ എവിടെ? അർഷിയേ,
ആബിയേ, ചായ കുടിക്കാണ്ട് വന്നൂടി. ഇതൊക്കെ കൊണ്ടുവച്ചുട്ട് അർച്ചയെ. ഞാൻ കൊണ്ടുവച്ചോളമ്മ. ഇങ്ങോട്ട് തന്നാള അർച്ചയെ, ഞാൻ മുറിക്കോളാം. ഓ, അതിന്റെ ആവശ്യമില്ല. അവസാനം നാത്തുമാര് തിന്ന പ്ലേറ്റ് അടക്കം കഴുകിച്ചെന്ന് പറയിപ്പിക്കാനല്ലേ സ്വന്തം പ്ലേറ്റ് മാത്രം കഴുകിട്ടേ അവിടുന്ന് അങ്ങോട്ട് മാറി തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോ എന്താണ്, പുതിയ പ്രശ്നം എന്തെങ്കിലും തുടങ്ങിയാ? അല്ല, ഒന്നുമില്ല അമ്മ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള എന്റെ വൃത്തികെട്ട ചിന്തോളാ ഇതുവരെ ഉണ്ടായിരുന്ന സകല പ്രശ്നത്തിനും കാരണം. എന്നിട്ടിപ്പോ എൻ്റെ ആ ചിന്തക്ക് വല്ല മാറ്റം വന്നു തുടങ്ങിയ കുഞ്ഞോളെ? എൻ്റെ മാറ്റം നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ വലിയ തെറ്റായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിയെ. ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാട്ടിട്ട് അനക്കിപ്പോൾ എന്ത് സമാധാനം കിട്ടിയത്? സമാധാനം സ്വസ്ഥതയും കിട്ടാതെ പിന്നെ ഓൾ ആഗ്രഹിച്ച പോലെ ആരിസ്കപ്പോ നമ്മളൊക്കെ വെറുത്ത് ഓളത് മാത്രായില്ലേ? അതിക്കും വലിയ എന്ത് സന്തോഷം അവൾക്ക് വേണ്ടത്? ഇച്ച് പറഞ്ഞത് ശരി ഹർഷേ. ഞാൻ വരും മുന്നേ നല്ല സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഇങ്ങളിൽ നിന്നൊക്കെ ആരിസ്ഖാൻ അകറ്റിയത് ഞാൻ ഒരാളാ. ഇങ്ങളൊക്കെ ചെയ്യാത്തതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആരിസ്ഖാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആരിസ്ഖ ഇങ്ങളോടൊക്കെ അകലം കാണിച്ചത്. എന്നിട്ടിപ്പ എന്തേ, ചെയ്തതും പറഞ്ഞതൊക്കെ മതിയായോ? ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടണമെന്നുള്ള പൂതിയൊക്കെ അങ്ങോട്ട് തീർന്നോ? ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയൊക്കെ എനിക്കിപ്പോ കിട്ടി തുടങ്ങണുണ്ട്. ആരിസ്ഖാന് ഇങ്ങളെ നിന്ന് അകറ്റി എൻ്റെത് മാത്രമാക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കാരണം ആരിസ്ഖാക്ക് നഷ്ടാവണത് നിങ്ങളൊക്കെ സ്നേഹവും വിശ്വാസമാണെന്ന് ഞാൻ ആലോചിച്ചില്ല. ഇപ്പൊ ആരിസ്ഖ പോയിട്ട് ദിവസം എത്രയായി? എനിക്കാകെ ഒറ്റ തവണ വിളിച്ചിട്ടുള്ളത്. എനിക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ആരിസ്ഖാക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഒക്കത്തിനും കാരണം ഞാനാ. നോക്കൂ കുഞ്ഞോളെ, ആരിസ് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന്റെ മുന്നേ തന്നെ ആ കൊണ്ടുവരുന്ന പെണ്ണിനെ ഞങ്ങളിൽ ഒരാളായിട്ട് കാണാൻ തീരുമാനം എടുത്തവരാ ഞങ്ങള്. അതുപോലെ തന്നെ ഞങ്ങളെ ഉമ്മയും. അതേ കുട്ടിയെ, മനസ്സുകൊണ്ട് പോലും അന്നോടൊരു പോരി കാണിക്കണമെന്ന് ഞാനോ എൻ്റെ ഈ 2 പെമ്മക്കളോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇജ് വരും മുന്നേ എത്രയോ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നതാ ഈ ഒരു കുടുംബം. ഇജ് വന്നതിൻ്റെ ശേഷം ഓരോന്ന് എഴുതാപ്പുറം വായിച്ചിട്ട് ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടായിരുന്നാ? ആൺമക്കൾ കല്യാണം കഴിച്ചു കൊടുന്ന പെണ്ണിനോട് അമ്മായിമ്മപ്പോര് കാണിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട്. എന്തായാലും ഞങ്ങളമ്മ ആ ഗണത്തിൽപ്പെടുന്ന ആളല്ലാന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞങ്ങൾ 2 നാത്തൂമാരും അന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടും ഞങ്ങളിൽ ഒരാളായിട്ടും കൂടെ കൂട്ടണമെന്നേ കല്യാണത്തിന് മുന്നേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ വന്നിട്ട് കാട്ടിയത് എന്താ? ഞങ്ങളെ കുറിച്ച് ഇല്ലാ കഥകൾ എത്രയൊക്കെയാ നീ ആരിസ്ഖാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? ഒക്കെ എനിക്ക് മനസ്സിലാവുണ്ട്. നിങ്ങളോടും 3 ആളോടും എനിക്കൊരു അപേക്ഷയുള്ളൂ. ആരിസ്ഖ ഒരു പാവാണ്. ഞാൻ പറയണതൊക്കെ വിശ്വസിച്ചു പോയതാ. ആകെ ആരിസ്ഖ ചെയ്ത തെറ്റ്. ആ ഒരു കാരണം കൊണ്ടാ ഇപ്പൊ നിങ്ങളെല്ലാരും ആരിസ്ഖാൻ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്. ആ ഒറ്റപ്പെടുത്തലുകൊണ്ട് ആരിസ്ഖാക്ക് ഇപ്പൊ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും തോന്നണില്ല. ഇജിപ്പൊ ഞങ്ങളോട് തെറ്റേറ്റ് പറഞ്ഞ് ഇങ്ങനെ കണ്ണീരൊഴുക്കണ്ടല്ലോ. എന്നിട്ട് എന്തേ സ്വന്തം തെറ്റ് മനസ്സിലായെങ്കിൽ അത് ആരിസ്ഖാനോട് തുറന്നു പറയണില്ല? അതോ ആരിസ്ഖാന്റെ ഉള്ളിൽ ഇപ്പോഴും ഞങ്ങൾ അന്നെ ദ്രോഹിക്കണ ഇമ്മയും നാത്തുമാരൊക്കെ ആണെന്ന് അങ്ങനെ തന്നെ ഇരുന്നോട്ടേന്നാണോ? ഒരിക്കലും ഇല്ല ഹർഷിയെ.
ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ തന്നെ ഹാരിസ് ഖാനോട് തുറന്നു പറഞ്ഞോളാം. പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഞാനാന്നറിയാതെ കൂടി ഹാരിസ്ക്കിപ്പോ വല്ലാതെ എന്നോട് മുണ്ടണ പോലും ഇല്ല. അതിൻ്റെ സങ്കടം കൊണ്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഞാനാന്നുള്ള സത്യം ഹാരിസ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹാരിസ്ക്ക് എന്നെ ഭാര്യ സ്ഥാനത്ത് വെച്ചിരിക്കൂല. അതെനിക്ക് താങ്ങാൻ പറ്റൂല. ഇജ് ചെയ്തതൊക്കെ തെറ്റായി പോയിന്ന് അനക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ, അന്റെ കണ്ണീന്ന് ഇപ്പൊ ഈ വിഗണ കണ്ണീരിനെ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ കുടുംബം രണ്ടാക്കാന് ഇനി അന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടാവൂല എന്നുള്ളതും അത്രത്തോളം അനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അനക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മ സംസാരിക്കും എൻ്റെ മകനോട്. ഞാൻ പറഞ്ഞാല് മനസ്സിലാകാതെ പോണ ആളല്ല എൻ്റെ മകന്. പിന്നെ ഞാൻ ഇത്രയും കണ്ട ദിവസമായിട്ട് ഇങ്ങളെ കാര്യങ്ങളിൽ കയറിയിട്ട് അങ്ങോട്ട് ഇടപെടാതിരുന്നതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരുന്നതുവേ ഓന്റെ ജീവിതത്തിനൊരു സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അത് ഞാനായിട്ട് ഇല്ലാതാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇജു ഓൻ കാണാതെ എന്നോട് ഒരുപാട് കൊളരായ്മ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേങ്കെ അതൊന്നും ഞാനായിട്ട് ഇന്നോളം ഓനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ഇജായിട്ട് അതൊക്കെ മനസ്സിലാക്കി തിരുത്താൻ ഒരുക്കാണിച്ചാല് ഇന്റെ മകന് ഈ ഒരു കാര്യത്തിന്റെ മേലില് അന്നെ വേണ്ടാന്ന് വെക്കൂല. ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളായി പോവില്ല. ഓനോട് ഈ ഉമ്മ പറഞ്ഞോളാം. ഇതിന് പകരമായിട്ട് ഞാൻ എന്താ ഉമ്മ തരിക? ഉമ്മക്കല്ലാണ്ട് വേറൊരാൾക്കും ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. ഉമ്മനിക്ക് പുറത്ത് തരണം. മതി 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 മതി, നീറ്റ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടിയെ. ഒക്കെ ഇജായിട്ട് തന്നെ വരുത്തിയതാണ്. ഇപ്പൊ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇജി ഈ കുടുംബത്തിന് ഒത്തൊരാളായിട്ട് മാറുകയാണെച്ചാലേ അത് ഈ ഉമ്മാക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇന്നോട് ഇജത് കാട്ടിയതും ചെയ്തതൊക്കെ അല്ലേ, ഒരു ഉമ്മാർക്ക് പൊരുത്തപ്പെടാൻ പറ്റതായിട്ടേ ഒന്നും തന്നെ ഭൂമിയിലില്ല. അന്നെ ഞാൻ വേറൊരാളായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. ഇജു ഓലെ പോലെ ഇന്നെ കണ്ട് സ്നേഹിക്കുകയാണെച്ചാലേ നമ്മളെ കുടുംബത്തോളം നല്ലൊരു കുടുംബം ഈ ചുറ്റുപാടത്ത് വേറെ ഉണ്ടാവൂല. അതന്നെ ആയിരിക്കും എൻ്റെ ആരിസിനും ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനം ഉണ്ടാക്കാൻ പോണ കാര്യം. ആ സന്തോഷം എൻ്റെ ജീവിതത്തിന് ഗുണം തന്നെ ചെയ്യുള്ളൂ കുട്ടിയെ. ഈ ഒരു ഉപദേശം തന്നെ എൻ്റെ മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ ഞാനും ഓൽക്ക് കൊടുത്തിട്ടുള്ളൂ. നോക്കു കുട്ടിയെ, കുന്നോളം സ്വപ്നങ്ങൾ കണ്ടിട്ടാവും ഓരോ രക്ഷിതാക്കളും മക്കളെ വളർത്തി വലുതാക്കണുണ്ടാവുക. അത് ആണായാലും പെണ്ണായാലും ഓലെ കല്യാണം കഴിച്ചിട്ട് അയക്കുമ്പോഴേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലും ഓരോ രക്ഷിതാക്കളെ ഉള്ളിലും കുന്നോളം സ്വപ്നങ്ങളുണ്ടാവും. കണ്ണേ കരളേന്ന് പറഞ്ഞുണ്ടാക്കിയ ആ മക്കൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാലേ അതൊരിക്കലും ആ ഇമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടാവലല്ല. കല്യാണം വരെ ഒരു മകൻക്ക് ഇമ്മ, വാപ്പ, കൂടപ്പിറപ്പ് അങ്ങനെ കുറച്ച് സ്ഥാനങ്ങളെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കല്യാണത്തിന് ശേഷം ഭാര്യ എന്നുള്ള മറ്റ് മഹത്തായ ഒരു സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കും കൂടിയും ചെയ്യാണ്. ഒരു ഭാര്യക്ക് ഭർത്താവില് മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അത് പച്ചയായിട്ടുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ ആ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പല പെൺകുട്ടികളും കാട്ടിക്കൂട്ടുന്നത് എന്താ? ഓനെ പെറ്റ് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയ ഓനെ ഉമ്മാനിൽ നിന്നും ഓനാക്കാൻ ഇത്രത്തോളം രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വാപ്പാനിൽ നിന്നും ഒരാപത്ത് വരുമ്പോൾ താങ്ങും തണലുമായിട്ട് പരസ്പരം സഹായിക്കേണ്ട കൂടപ്പറപ്പോളിൽ നിന്നൊക്കെ സ്വന്തം ഭർത്താവിനെ പൂർണ്ണമായിട്ടും അകറ്റിട്ട് ഓളത് മാത്രമായിട്ടുള്ളൊരു ലോകത്തേക്കാക്കി മാറ്റുക. അങ്ങനെ മറ്റുള്ളവരെ കണ്ണീര് വീഴ്ത്തിയിട്ട് നേടിയെടുക്കേണ്ടതല്ല കുട്ടിയെ ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. കൊടുത്തു വാങ്ങാന്ന് കേട്ടിട്ടില്ലേ? അതിനെ ആയുസ് ഉണ്ടാവുള്ളൂ, പിടിച്ചു വാങ്ങണേന് ആയുസ് ഉണ്ടാവൂല. ഭർത്താവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ ബാധ്യസ്ഥമായത് അത് ഭാര്യ തന്നെയാണ്. ഒരിക്കലും ഭാര്യക്ക് കൊടുക്കുന്ന സ്നേഹം ഒരു ഉമ്മാർക്കോ പെങ്ങന്മാർക്കോ ഉപ്പാക്കോ ഒന്നും കൊടുക്കാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് ഇമ്മാക്ക് കൊടുക്കേണ്ട സ്നേഹം ഉമ്മാക്കും, കൂടപ്പറക്കോൾക്ക് കൊടുക്കേണ്ട സ്നേഹം ഓൽക്കും, വാപ്പാർക്ക് കൊടുക്കേണ്ട സ്നേഹം വാപ്പാർക്കും
ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ അതൊന്നും എൻ്റെ സ്നേഹത്തിൽ നിന്ന് എടുത്തിട്ടല്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു കുടുംബം നല്ല രീതിയിലേക്ക് പോവുള്ളൂ. ഇമ്മപ്പി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെ രണ്ടാളെ കല്യാണത്തിൻ്റെ മുന്നേ ഞങ്ങളമ്മ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ട കാര്യങ്ങളാണ്. എൻ്റെ കല്യാണത്തിന് മുന്നേ അനക്ക് പറഞ്ഞു തരേണ്ട പല കാര്യങ്ങളും അനക്ക് പറഞ്ഞു തരേണ്ടവർ പറഞ്ഞു തന്നിട്ടുണ്ടാവൂല. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നോരെ വാക്ക് ഈ കേട്ടിട്ടുണ്ടാവൂല. അതിൻ്റെ ഭവിഷ്യത്താ ഇപ്പം ഇവിടെ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ. സത്യമാണ് ആബിയത്ത പറഞ്ഞത് 100% ശരിയാ. കല്യാണത്തിന് മുന്നേ ഇന്നെൻ്റെ വീട്ടുകാർ ഉപദേശിച്ച് തന്നതൊന്നും ഞാൻ ചെവി കൊണ്ടിട്ടില്ല. അതിനുള്ള ശിക്ഷ മുഴുവൻ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. എൻ്റെ നല്ലത് പ്രതീക്ഷിച്ച് എന്നെ ഉപദേശിച്ചവരൊക്കെ എനിക്ക് എപ്പോഴും ശത്രുക്കളായിരുന്നു. ഇവിടെ വന്നപ്പോൾ നിങ്ങളും ഞാൻ ആ കണ്ണോടെ എന്നെ കണ്ടത്. ഞാനുണ്ടാക്കിയ ഓരോ പ്രശ്നങ്ങളും ആരിസ്ഖാനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിരുന്നെന്ന് പോലും ആലോചിക്കണ്ടേ ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. നിങ്ങളൊന്നും എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എല്ലാത്തിനും കാരണം ഞാനാണെന്നും ഒക്കെ ആരിസ്ഖാൻ എനിക്ക് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും ആലോചിക്കുമ്പോഴാണ്. ഇജി ചെയ്ത തെറ്റുകളൊക്കെ ആരിസ്ഖാനോട് ഏറ്റു പറയാൻ ഈ ഒരുക്കാണല്ലോ. ആദ്യം അത് നടക്കട്ടെ. അത് മുഴുവൻ കേട്ടതിന് ശേഷം പിന്നുണ്ടാവണ കാര്യങ്ങളല്ലേ. എന്തായാലും അത് അന്നെ ആരിസ്ഖാനും ബാധിക്കാത്ത രീതിയിൽ നോക്കണ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ ചെയ്തിരുന്ന പോലത്തെ വല്ല തെമ്മാടിത്തരവും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കരുണയും പ്രതീക്ഷിക്കണ്ട. ഇല്ല ഹർഷേ, പഠിച്ചവനാണേ നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവൂല. എല്ലാം എനിക്കിപ്പോൾ മനസ്സിലായി. ആരിസ്ഖ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങളെല്ലാവരും ആരിസ്ഖാനോട് എന്നെ വെറുക്കരുതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി. കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ പെമ്മക്കളോടും എല്ലാ രക്ഷിതാക്കളും ആദ്യം പറഞ്ഞു നടക്കേണ്ടത് അതുതന്നെയാണ്. കാരണം അനക്ക് കിട്ടാനുള്ളത് അനക്കെന്നെ കിട്ടും. അതൊരിക്കലും മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നിന്നോ മറ്റുള്ളവർക്ക് കൊടുക്കണേന്നോ പിടിച്ച് വാങ്ങിക്കൊണ്ട് നേടാൻ നോക്കരുത്. അങ്ങനെ നേടിയെടുക്കണേനൊന്നും ആയുസ്സുണ്ടാവൂല. ഇല്ലമ്മ, ഇഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുടുംബത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ആരിസ്ഖാനോട് കാണിക്കണേ അവഗണന ആരിസ്ഖാനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് ആരിസ്ഖാന്റെ ജോലിന് ഞങ്ങളുടെ ജീവിതത്തിന് ഒക്കെ ബാധിക്കുന്നുണ്ട്. നോക്കൂ കുഞ്ഞോളെ, സ്വന്തം ഭാര്യ അവൻ്റെ വീട്ടുകാരൊപ്പം സന്തോഷമായിട്ട് ജീവിച്ച് കാണുന്നതായിരിക്കും ഓരോ ഭർത്താക്കന്മാരെയും ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നമ്മൾ ഭാര്യമാരൊരു വഴിയൊരുക്കി കഴിഞ്ഞാൽ അത് നമ്മളെ ഭർത്താക്കന്മാരെ ആയസിനും സന്തോഷത്തിനും ഒക്കെ നല്ലതാണ്. അതന്നെല്ലടി നമുക്കും വേണ്ടത്. നമ്മളെ വീട്ടിൽ ഈ കയറി വന്ന സമയം തൊട്ടിട്ടുണ്ടായ മാറ്റങ്ങളെ എൻ്റെ മാത്രം മനസ്സിൻ്റെ കുഴപ്പം കൊണ്ടാ. അത് ഇജ്ജ് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞതൊന്നും ഞങ്ങൾ ആരും പിന്നെ മനസ്സിൽ വെക്കൂല. ഭാര്യ ഭർത്ത ബന്ധം എന്നത് വളരെ പുണ്യപരമായ ഒരു കാര്യമാണ്. അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും മറ്റൊരാൾക്കും കൊടുക്കാനും വാങ്ങിക്കാനും കഴിയാത്തതുമാണ്. പക്ഷേ ആ സ്നേഹം എന്നത് നാം കൊടുത്തും കൊണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും നേടിയെടുക്കേണ്ട ഒരു പുണ്യമായ കാര്യമാണ്. മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തി നാം നേടിയെടുക്കുന്ന ഒന്നിനും ആയുസ്സുണ്ടാകില്ല എന്നത് മഹത്തായ ഒരു സത്യവുമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ കുടുംബം തകർക്കാൻ വേണ്ടി ഇവൾ ചെയ്തു കൂട്ടിയ ഓരോന്നും തെറ്റായിരുന്നു എന്ന് ഇവൾ ഇന്ന് തിരിച്ചറിയുന്നു. പക്ഷേ ഈ തിരിച്ചറിവോടെ അവസാനിക്കുന്നതാണോ ഇവളുടെ ജീവിതത്തിൻ്റെ കഥ? കനിവ് തേടിയുള്ള ഇവളുടെ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണും വരെ മസ്സലാമ.